ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗിവ് പട്ടേൽ എഴുതിയ ഓൺ കില്ലിംഗ് എ ട്രീ എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പീക്കറിനെ പറ്റിയിട്ടാണ്. ഗീവ് പട്ടേൽ ഇദ്ദേഹം ജനിക്കുന്നത് ഓഗസ്റ്റ് 18, 1940 മരണപ്പെടുന്നത് നവംബർ 3, 2023. ഇദ്ദേഹം ഒരു ഇന്ത്യൻ കവിയാണ്, നാടകകൃത്താണ്, ചിത്രകാരനാണ്, കൂടാതെ ഒരു വൈദ്യനുമായിരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരുന്ന ഗ്രീൻ മൂവ്മെന്റിന്റെ വരിക്കാരായ ഒരു കൂട്ടം എഴുത്തുകാരിൽപ്പെട്ടയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കവിതകൾ പ്രകൃതിയോടുള്ള അഗാധമായ ആകുലതകളെക്കുറിച്ച് സംസാരിക്കുകയും മനുഷ്യന്റെ ക്രൂരതയെ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. ഹൗ ഡു യു വിത്ത്സ്റ്റാൻഡ്, ബോഡി, ഓൺ കില്ലിംഗ് എ ട്രീ എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കവിതകളിൽ ഉൾപ്പെടുന്നവയാണ്. കൂടാതെ ഇദ്ദേഹം 3 നാടകങ്ങളും എഴുതിയിട്ടുണ്ട്: പ്രിൻസസ്, സവക്ഷ, മിസ്റ്റർ ബെഹ്റാം. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. ഓൺ കില്ലിംഗ് എ ട്രീ. മരങ്ങളോടുള്ള മനുഷ്യന്റെ ക്രൂരതയുടെ വ്യക്തമായ ചിത്രം തുറന്നു കാട്ടുന്നതാണ് ഈ കവിത. മരങ്ങൾ ജീവജാലങ്ങളാണെന്നും അവയെ മുറിക്കരുതെന്നും കവി പറയുന്നു. ഒരു മരം നശിപ്പിക്കുന്നത് മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കവിതയിൽ നമുക്ക് ഐറണി കാണാം. അതേപ്പറ്റി നമുക്ക് കവിതയുടെ അവസാനം സംസാരിക്കാം. ഇറ്റ് ടേക്സ് മച്ച് ടൈം ടു കിൽ എ ട്രീ, നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ് will do it. It has grown, slowly consuming the earth, rising out of it, feeding upon its crust, absorbing years of sunlight, air, water, and out of its leprous hide sprouting leaves. ഒരു മരത്തെ കൊല്ലണമെങ്കിൽ അതിന് ധാരാളം സമയമെടുക്കും. കത്തിയുടെ മുന കൊണ്ട് കുത്തിയാൽ നടക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു മരത്തെ കൊല്ലാൻ. മരം വളരുന്നത് അതിൻ്റെ വേരുകൾ ഭൂമിയെ പതുക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മരം ഭൂമിയുടെ മുകളിലേക്ക് ഉയരുന്നു. മരം ഭൂമിയിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുകയും സൂര്യപ്രകാശം, വായു, വെള്ളം എന്നിവ വർഷങ്ങളോളം ആഗിരണം ചെയ്ത് മുകളിലേക്ക് വളരുകയും ചെയ്യുന്നു. ലെപ്രസ് എന്നാൽ കുഷ്ഠരോഗം. മരത്തിൻ്റെ തൊലി കുഷ്ഠരോഗം ബാധിച്ച പോലെയാണ് കാണപ്പെടുന്നത്. ആ പുറം തൊലിയിലാണ് ഇലകളും ശിഖരങ്ങളും ഉള്ളത്. സോ ഹാക്ക് ആൻഡ് ചോപ്പ്, ബട്ട് ദിസ് അലോൺ വോണ്ട് ഡു ഇറ്റ്. നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്. ദ ബ്ലീഡിംഗ് ബാർക്ക് വിൽ ഹീൽ, ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് വിൽ റൈസ് കേൾഡ് ഗ്രീൻ ട്വങ്, മിനിയേച്ചർ ബോസ്, വിച്ച് ഇറ്റ് അൺചെക്ക്ഡ് വിൽ എക്സ്പാൻഡ് അഗെയിൻ ടു ഫോർമർ സൈസ്. ചെറിയൊരു വെട്ടുകൊണ്ടൊന്നും മരത്തെ കൊല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് മരത്തെ മുറിച്ചു മാറ്റണം. ഹാക്ക് എന്നാൽ മുറിക്കുക. മരത്തെ കൊല്ലാൻ ഇത് മാത്രം പോരാ. എത്ര മുറിവേൽപ്പിച്ചാലും രക്തം വാർന്നൊഴുകിയാലും ആ മുറിവ് ഉണങ്ങും. മരം മുറിച്ചാലും അതിൻ്റെ ഒരു ഭാഗം മണ്ണിൽ ഉറച്ചു നിൽപ്പുണ്ട്. അതിൽ നിന്നും പുതിയ ചില്ല വളഞ്ഞു വളരാൻ തുടങ്ങും. വലിയ ശിഖരത്തിൻ്റെ ചെറിയ രൂപങ്ങൾ. ആ ചില്ലകളെ നശിപ്പിച്ചില്ലെങ്കിൽ എന്താവും? ആ ചില്ലകൾ വളർന്ന് വലിയ ശിഖരങ്ങളായി പഴയ മരം പോലെ വളർന്ന് പന്തലിക്കും. നോ, ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട് ഓഫ് ദ ആങ്കറിംഗ് എർത്ത്. ഇറ്റ് ഈസ് ടു ബി റോപ്പഡ്, ടൈഡ് ആൻഡ് പുൾഡ് ഔട്ട്, സ്നാപ്പഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് entirely out from the earth cave, and the strength of the tree exposed, the source white and wet, the most sensitive, hidden for years inside the earth. ഇല്ല, മരത്തിൻ്റെ വേരുകൾ വലിച്ചു പിഴുതെടുക്കണം. എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്ന്. കയറുകൊണ്ട് മരത്തെ നല്ല ടൈറ്റിൽ പിടിച്ച് കെട്ടണം. എന്നിട്ട് വലിച്ചെടുക്കണം. എവിടെ നിന്ന്? ഭൂമിയുടെ കേവിൽ നിന്ന്. ഭൂമിയുടെ അറയ്ക്കാണ് കേവ് എന്ന് പറയുന്നത്. അവിടെയാണ് വേരുകൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നും എന്ത് ചെയ്യണം? വലിച്ച് എടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മരത്തിൻ്റെ സ്ട്രെങ്ത് എക്സ്പോസ്ഡ് ആവും. കൂടാതെ കുറേ വർഷങ്ങളായി മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന വെളുത്ത
സെൻസിറ്റീവായ മരത്തിൻ്റെ വേര് പുറത്തേക്ക് വരും. Then the matter of scorching and choking in sun and air, browning, hardening, twisting, withering, and then it is done. മരം വെട്ടി മാറ്റിയാൽ മരത്തിലുണ്ടാവുന്ന മാറ്റമാണ് പറയുന്നത്. കുറേ ദിവസം വെയിലത്ത് മരം കിടന്നാൽ എന്ത് സംഭവിക്കും? വെട്ടിയ മരത്തിന് പൊള്ളലേൽക്കുന്നു. വായുവിൽ കിടന്നാൽ മരത്തിന് ശ്വാസം മുട്ടുന്നു എന്നാണ് പറയുന്നത്. ബ്രൗണിങ് എന്ന് പറഞ്ഞാൽ കുറേ നാൾ കിടക്കുമ്പോൾ എന്താവും? മരത്തിന് നിറം മാറ്റം ഉണ്ടാവും, ബ്രൗൺ കളറായി മാറും. ഹാർഡനിങ് എന്താവും? കട്ടിയുള്ളതായി മാറുന്നു. ട്വിസ്റ്റിംഗ് വെയിലൊക്കെ കൊണ്ടിട്ട് എന്താവും? കുറച്ച് മരം വളയും. പിന്നെ വിതറിങ് ഉണങ്ങും അല്ലേ? വെയിൽ കൊണ്ടാലേ മരം ഉണങ്ങുന്നില്ലേ? എന്നിവയാണ്. ഇങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ മരം മരിച്ചു. നമുക്ക് നമ്മുടെ ചുറ്റുപാടും മരം വെട്ടിയിട്ട് നോക്കിയാൽ തന്നെ ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കവിതയിൽ സ്പീക്കർ പറയുന്നത്, വായനക്കാരോട് പറയുന്നത് മരം വെട്ടാനല്ല, മറിച്ച് എന്താണ്? മരത്തെ സംരക്ഷിക്കാനാണ്. ഇതാണ് ഐറണി എന്ന് പറയുന്നത്. മരം എങ്ങനെയെല്ലാം നശിപ്പിക്കാം എന്ന് അദ്ദേഹം പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ഐറണിയാണ്. മരത്തെ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, മരം മുറിക്കുമ്പോൾ എന്താണ്? അത് മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ട്രീസിനെയൊക്കെ സേവ് ചെയ്ത് വെക്കണം.